ത്രോ ഇനങ്ങളിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുടെ ആധിപത്യം തകർത്ത മലയാളി പെൺകുട്ടികൾ സബ് ജൂനിയർ പെൺകുട്ടികളുടെ ഡിസ്കസ് ത്രോയിൽ അതുല്യ പിയയും ജൂനിയർ പെൺകുട്ടികളുടെ ഷോട്ട് പുട്ടിൽ മേഘ മറിയം മാത്യുവുമാണ് ഇതര സംസ്ഥാനക്കാരുടെ കുത്തക തകർത്തത്. ത്രോ ഇനങ്ങളിൽ പതിവായി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളാണ് സ്വർണ്ണക്കൊയ്ത്ത് നടത്തുന്നത്. 18 വർഷം ചാമ്പ്യന്മാരായിരുന്നിട്ടും ത്രോ ഇനങ്ങൾ പലപ്പോഴും കേരളത്തിന് ബാലികാറ മലയായിരുന്നു. 61ാമത് ദേശീയ സ്കൂൾ കായികമേളയിൽ ഈ പേരുദോഷം മായ്ച്ചു കളയുകയാണ് കേരളത്തിന്റെ പെൺകുട്ടികൾ. ജൂനിയർ പെൺകുട്ടികളുടെ ഷോട്ട് പുട്ടിൽ 11 മീറ്റർ ദൂരം നേടിയ മേഘ മറിയം മാത്യുവാണ് കേരളത്തിനായി സ്വർണം എറിഞ്ഞിട്ടത്. Ladies and gentlemen, near the jumping high jump pit. സായി തിരുവനന്തപുരത്തെ വിദ്യാർത്ഥിയാണ് മേഘ മറിയം. എതിരാളികളുടെ കടുത്ത വെല്ലുവിളി അതിജീവിച്ചാണ് മേഘയുടെ സ്വർണ്ണ നേട്ടം. കോമ്പറ്റീഷൻ ടൈറ്റ് ആയിരുന്നു. ലാസ്റ്റ് 4 ത്രോ കഴിഞ്ഞപ്പോഴത്തേനും ഈസിയായി. സബ് ജൂനിയർ വിഭാഗം പെൺകുട്ടികളുടെ ഡിസ്കസ് ത്രോയിൽ 32.29 മീറ്റർ ദൂരം പിന്നിട്ടാണ് നാട്ടിക ഫിഷറി സ്കൂളിലെ അതുല്യ പിയെ സ്വർണം നേടിയത്. ഓട്ടോ ഡ്രൈവറായ പരിശീലകൻ കണ്ണനാണ് അതുല്യയെ സ്വർണത്തിലേക്ക് കൈപിടിച്ചുയർത്തിയത്. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിലാണ് അതുല്യ എതിരാളികളെ പിന്നിലാക്കിയത്. ഇവിടെ നന്നായി ചെയ്യാൻ പറ്റി. എൻ്റെ ബെസ്റ്റ് കാണാൻ പറ്റിയില്ല, എന്നാലും നന്നായി ചെയ്യാൻ പറ്റി എനിക്ക്. കേരളം ഏറെ പ്രതീക്ഷ വെച്ച 400 മീറ്ററിൽ തിരിച്ചടിയേറ്റെങ്കിലും ത്രോ ഇനങ്ങളിൽ ലഭിച്ച അപ്രതീക്ഷിത മെഡലുകൾ പോയിന്റ് പട്ടികയിലെ മുൻതൂക്കം തകരാതെ കാത്തു. ക്യാമറാമാൻ പ്രവീൺ ധർമ്മശാലയ്ക്കൊപ്പം രഞ്ജു മതായി, ടീം റിപ്പോർട്ടർ.